കുട്ടികളുടെ പുസ്തകം മുഴുവൻ സ്കൂളിലിരിക്കണേ, ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കില്ല. ബാഗ് ഇല്ല, കൈ വീശി സ്കൂളിലേക്ക്, കൈ വീശി വീട്ടിലേക്കെന്നാണ്. വീട്ടിൽ ചെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂളിൻ്റെ കാര്യമില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കൽ ട്യൂഷൻ ടീച്ചർമാരുടെ വഴിയും അമ്മമാരുടെ പരിപാടിയായി. സ്കൂളിൽ വന്നാൽ അവർ ഡയറി എഴുതി കൊടുത്തയക്കും, ടീച്ച് പേജ് 17, 18 എന്നൊക്കെ എഴുതി കൊടുത്തയക്കും. അത് ട്യൂഷൻ ടീച്ചറോ അമ്മയോ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ തീരുമാനിച്ച കാര്യം ഒരു കുട്ടിയും ഒരു LKG മുതൽ അറ്റ്ലീസ്റ്റ് 5ാം ക്ലാസ് വരെ വീട്ടിൽ വളരെ സൗകര്യമായിട്ട് നടക്കണം, പഠിക്കാൻ ഹാപ്പിയായിട്ടിരിക്കണം. ഇന്നസെൻ്റ് എൻ്റെ ഒരു ബന്ധുവാണ്, ചേട്ടൻ. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചാൽ, നീ നിൻ്റെ പിള്ളേരെ മുഴുവനും എന്നെപ്പോലെ മണ്ടന്മാരാക്കാനാണോ തീരുമാനിച്ചങ്ങനെ ചോദിച്ചു. ഞാൻ എന്തായിട്ട് അങ്ങനെ ചോദിച്ചത്. ഇപ്പുറത്തെ വീട്ടിൽ 2 പിള്ളേർ വേറെ സ്കൂളുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ 2 പിള്ളേർ വേറെ സ്കൂളുണ്ട്, പിന്നിൽ ഉള്ള വീട്ടിൽ 2 പേര് തലവെച്ച് നടണം എൻ്റെ സ്കൂളുണ്ട്. അതായിട്ട് അങ്ങനെ പറഞ്ഞത്. ഇവരൊക്കെ 5 മണിയാകുമ്പോഴേക്കും അമ്മമാർ പിടിച്ച് വലിച്ച് അകത്ത് കയറ്റി കുളിപ്പിച്ച് അടിയോടെ അടി പിടിയും തൊഴിയും ബഹളും. ഇപ്പുറത്തും അത് തന്നെ. നിൻ്റെ പിള്ളേർ കളി കഴിഞ്ഞ് ഇറങ്ങി 8 മണിയാവണം. പ്രാർത്ഥന സമയത്ത് മാത്രം അവർ കയറുള്ളൂ. ഒന്നും പഠിപ്പിക്കേണ്ടത്. ഞാൻ അതാണ് സ്കൂൾ ചേട്ടാ, എല്ലാം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചുകൂടെയാണ്, വീട്ടിലൊന്നും പഠിക്കേണ്ടതില്ല. അതാണ് എൻ്റെ ഒരു സിസ്റ്റം. വീട്ടിൽ ചെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂളിൻ്റെ കാര്യമില്ല. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നതിനാ പഠിക്കാനും പഠിപ്പിക്കാനും അത് പഠിക്കാനൊക്കെയാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്, എനിക്ക് പഠിപ്പിച്ച് തന്നെയാണ് സ്കൂളിൽ നിന്ന് വിടുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ പുസ്തകം മുഴുവൻ സ്കൂളിലിരിക്കണേ, ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കില്ല. ബാഗ് ഇല്ല, കൈ വീശി സ്കൂളിലേക്ക്, കൈ വീശി വീട്ടിലേക്കെന്നാണ് എൻ്റെ. ഭക്ഷണവും ഞാൻ സ്കൂളിൽ നിന്ന് കൊടുക്കും.